ഒരു പ്രേക്ഷകൻ പറയുന്നു നാളെ അവധി കിട്ടത്തില്ല, അതുകൊണ്ട് ടി വിക്ക് മുന്നിൽ ഇരിക്കാൻ പാടില്ല, ഫോൺ കൊണ്ടുപോയാൽ മതി, ജോലിക്ക് തടസ്സം ഉണ്ടാക്കാത്ത രീതിയിൽ ആര് ഭരിക്കും എന്ന് കാണുക. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളിനി സംസാരിച്ചുകൊണ്ടിരുന്ന അസിത ഈ LDF അധികാരത്തിൽ വരേണ്ട ആവശ്യകത ഇപ്പോൾ ഏറ്റവും അവസാനം അങ്ങനെ ഒരു കാര്യവും പ്രചരിക്കുന്നുണ്ട്. ഞാൻ അതാണ് തുടക്കത്തിൽ പറഞ്ഞത്. ഈ കണക്കുകളും മറ്റ് സാധ്യതകളും സാഹചര്യങ്ങളും ഒക്കെ പരിഗണിക്കുമ്പോൾ ഇപ്പോഴും അധികാരത്തിൽ വരില്ല എന്ന് തീർത്തും പറയാനുള്ളൊരു സാഹചര്യം ഇപ്പോഴും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല, ഇപ്പോൾ 10 വർഷം ഭരിച്ച ഈ LDFനെ മാറ്റി നിർത്താൻ ഉള്ള, അല്ലെങ്കിൽ വീണ്ടും അവർ അധികാരത്തിലേക്ക് വരും എന്ന് അവർക്ക് പ്രതീക്ഷിക്കാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞ കാലങ്ങളിൽ അവർ നാടിനു വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളാണ്. ഇപ്പോഴും നമ്മൾ ഈ നേതാക്കളുടെ ഒക്കെ പ്രതികരണം നോക്കുമ്പോൾ എന്താണ് അവർ പറയുന്നത്? ഞങ്ങൾ ചെയ്ത കാര്യങ്ങളിൽ, ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ, വികസന പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്ക് അങ്ങേയറ്റം കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ അത് വോട്ടായി മാറും എന്നുള്ളത് തന്നെയാണ് LDFന് ഇപ്പോഴത്തെയും പ്രതീക്ഷ. അപ്പോൾ അത് അങ്ങനെ ഉണ്ടാകും എന്നുള്ളതാണ് അവർ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സാധ്യത പൂർണ്ണമായും ഇല്ലാതായിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നുമില്ല. ഇനി അധികാരത്തിൽ വന്നില്ല എങ്കിൽ എന്താകും എന്നുള്ളതാണ്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ തന്നെ LDF എല്ലായ്പ്പോഴും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഏറ്റവും നല്ല പ്രതിപക്ഷമായിരിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ VSന്റെ ഒക്കെ നമ്മൾ പറയുന്നത് കേരളം തന്നെ കണ്ട ഏറ്റവും മികച്ച പ്രതിപക്ഷ നേതാവ് എന്നുള്ള അർത്ഥത്തിൽ കൂടിയാണല്ലോ. അപ്പോൾ അങ്ങനെ പ്രതിപക്ഷത്തിരിക്കുകയാണെങ്കിലും ക്രിയാത്മകമായി പ്രവർത്തിക്കാൻ, സമരങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ, ആ നിലയിലുള്ള ഇടപെടൽ നടത്താൻ LDFന് കഴിയും എന്നതിൽ ഒരു തർക്കവുമില്ല. പിന്നീട് ഈ ഇന്ത്യയിൽ ഒരിടത്തും ഭരണത്തിലില്ലാത്ത രാഷ്ട്രീയ പാർട്ടി എന്നതൊക്കെ അവരുടെ സംഘടനാ സംവിധാനത്തേക്ക് ഏതെങ്കിലുമൊക്കെ നിലയിൽ ബാധിക്കും, സ്വാധീനിക്കും എന്നുള്ളതൊന്നും ഞാൻ കരുതുന്നുമില്ല. പിന്നീട് അല്ല, ഞാനത് ഇന്നലെ വിശദീകരിച്ചല്ലോ. അതായത് ഇന്നലെ കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് സംശയം ബാക്കിയാകണ്ട. അതായത് ഇടതുപക്ഷം എന്നുള്ളത് ഈ എല്ലായ്പ്പോഴും അധികാരത്തിൽ മാത്രം, അല്ലെങ്കിൽ അധികാര കേന്ദ്രീകൃതമായി രൂപപ്പെട്ട, പരുവപ്പെട്ട, അതിനനുസൃതമായി മാത്രം മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനമല്ല അത്. അധികാരമില്ലെങ്കിൽ ഈ പ്രസ്ഥാനം അതെ, അതിന് പോരാട്ടങ്ങളുടെ വലിയ ചരിത്രം LDFനൊപ്പം ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ സൂചിപ്പിച്ചതുപോലെ ഇന്നും രാജ്യത്ത് നടക്കുന്ന പ്രധാനപ്പെട്ട സമരങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഇടതുപക്ഷമാണ്. ഇടതുപക്ഷത്തിന്റെ പല അവരുടെ പോഷക സംഘടനകളടക്കം ഇടതു പ്രസ്ഥാനങ്ങളാണ്. അപ്പോൾ അതിനൊന്നും അധികാരം എന്നുള്ളതോ അല്ലെങ്കിൽ ഓരോ ഇടത്തും കിട്ടുന്ന വോട്ട് എന്നതോ ഇതിനൊന്നും തടസ്സമാകുന്നില്ല. അപ്പോൾ ആ നിലയിലുള്ള ഇടപെടൽ തന്നെ ഇവിടെയും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു കാര്യം, ഇത്തവണ UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ വളരെ ഗുണകരമായ ഇടപെടൽ കേരളത്തിൽ ഉണ്ടാകും എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ 10 വർഷത്തെ ഇടതുമുന്നണിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും പൊതുവിൽ നമ്മൾ നോക്കുമ്പോൾ ഇത് നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നുണ്ടല്ലോ എന്ന് തോന്നുന്ന കാര്യങ്ങളിൽ പോലും പ്രശ്നമുണ്ട് എന്ന് അടിവരയിടുന്ന, ആവർത്തിക്കുന്ന പ്രതിപക്ഷമായിരുന്നു UDF എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായും അവർ അധികാരത്തിലേക്ക് വരുമ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ അവർ പരിഹരിക്കും എന്നുള്ളത് കൂടി നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ആരോഗ്യ മേഖലയിലുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ച് UDF പറയുമ്പോൾ, വിദ്യാഭ്യാസ രംഗത്തുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ച് UDF പറയുമ്പോൾ, അവിടെയും ഞാൻ പറയുന്നു, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഈ വിദ്യാഭ്യാസ രംഗത്തൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് UDF പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന സംശയം, ഇപ്പോൾ ഓണമായിട്ടും പാഠപുസ്തകങ്ങൾ സ്കൂളിൽ വിതരണം ചെയ്യാതെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് പഠിച്ച ഞാൻ അടക്കമുള്ള ആളുകളുണ്ട്. പരീക്ഷ എഴുതാത്ത ആളുകളും 10ാം ക്ലാസ്സിൽ വിജയിച്ച ചരിത്രമുണ്ട്. മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന സ്കൂൾ കെട്ടിടങ്ങളിൽ ഇരുന്ന ഒരു ചരിത്രം നമുക്കുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറിയ ഒരു കാലത്ത് നിൽക്കുമ്പോൾ പോലും വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ UDF ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ആശമാരുടെ സമരത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വികസന പ്രവർത്തനങ്ങളിൽ കേന്ദ്രവുമായിട്ടുള്ള, ഇപ്പോൾ കേന്ദ്രത്തിന്റെ നയങ്ങളിൽ പ്രതിഷേധിച്ച് ഡൽഹിയിൽ ഇവിടുത്തെ സർക്കാർ ഒരു സമരം നടത്തുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലെ സംവിധാനങ്ങൾ പോലും ആ സമരത്തിന് അനുകൂലമായി വരുമ്പോൾ പോലും ഇവിടുത്തെ പ്രതിപക്ഷം UDF അതിനോട് മുഖം തിരിച്ചു നിൽക്കുകയായിരുന്നു. അപ്പോൾ ഈ വിഷയങ്ങളിലടക്കം സർക്കാരിന്റെ ഭാഗത്ത്, LDFന്റെ ഭാഗത്ത് പ്രശ്നമുണ്ട് എന്ന് ആവർത്തിച്ച ഒരു രാഷ്ട്രീയ പാർട്ടി, ഒരു സംഘടനാ സംവിധാനം അധികാരത്തിൽ വരുമ്പോൾ ഇതൊക്കെ പരിഹരിച്ച് അവർ അടുത്ത 5 വർഷം കൊണ്ട് കേരളത്തെ സമത്വ സുന്ദരമായ ഒരു ഭൂമിയാക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.